ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വൈൽ ലൂപ്പിന്റെ 5th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. റൈറ്റ് എ വൈൽ ലൂപ്പ് ഇൻ പൈത്തൺ ദാറ്റ് ഫൈൻഡ്സ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ എ ഗിവൺ ലിസ്റ്റ് ഓഫ് നമ്പർ. അതായത് നമ്മൾ തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു കുറേ നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ലാർജസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കുന്ന ഒരു വൈൽ ലൂപ്പിന്റെ പൈത്തൺ കോഡ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കോഡിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏത് ബ്രാക്കറ്റ് കൊടുക്കും? സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കുറെ നമ്പേഴ്സ് റാൻഡമായിട്ട് നമുക്ക് കുറെ നമ്പേഴ്സ് കൊടുക്കാം. 3, 5, 7, 9, 22, 15, 10. കോമ ഇട്ടില്ല. 10. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എത്ര നമ്പേഴ്സ് കൊടുത്തു? 1, 2, 3, 4, 5, 6, 7, 7 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ലാർജസ്റ്റ് നമ്പർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ലാർജസ്റ്റ് ഈസ് ഈക്വൽ ടു ലാർജസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഈ വേരിയബിൾ നമുക്ക് ഇനിഷ്യൽ ആയിട്ട്, അതായത് ഫസ്റ്റ് വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുനിന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ ഒരു ലിസ്റ്റിനകത്ത് എന്തൊക്കെ കാണും? ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ ഞാൻ നേരത്തെ പ്രോബ്ലംസിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം പൈത്തണിൽ ഇൻഡെക്സ് വാല്യൂ 0, 1, 2 ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ, ഈ ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ 0th പൊസിഷനിൽ കിടക്കുന്നതാണ് 3. ഓക്കെ, പിന്നെ 1th പൊസിഷനിൽ കിടക്കുന്നതാണ് 5, പിന്നെ അങ്ങനെ 2, 3. അപ്പൊ 0 ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇപ്പൊ ഇൻഡെക്സ് കഴിഞ്ഞാൽ പിന്നെ ലെങ്ത് ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ലെങ്ത് ഓരോന്നിന്റെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര? 1, 2, 3, 4, 5, 6. അപ്പൊ അത് എത്ര എലമെന്റ്സ് ഉണ്ട്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ലിസ്റ്റ്, അതാണ് ലെങ്ത്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അതാണ്. നമുക്ക് അല്ലാതെ ലെങ്ത് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഡിനകത്ത് നമുക്ക് റൈറ്റ് എടുത്താൽ അതിന്റെ ലെങ്ത് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അതായത് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ്സ് അതിനകത്തുണ്ട് അത് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇൻഡെക്സ് വാല്യൂ ഞാൻ കൊടുക്കാം. അതായത് ലാർജസ്റ്റ് ഈസിക്കുള്ള നമ്മൾ ഇൻഡെക്സ് വാല്യൂ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്പേഴ്സിനകത്ത് നമ്പേഴ്സ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0. അതായത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്പേഴ്സിനകത്ത്, അതായത് ഈ ലിസ്റ്റിനകത്ത് നമ്പേഴ്സിന്റെ ഇൻഡെക്സ് വാല്യൂ, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ 0, അതായത് 3 ആണ് നമ്മൾ അസൈൻ ചെയ്ത് ലാർജസ്റ്റിനകത്ത് വെച്ചേക്കുന്നത്. അതായത് ഒരു ഇനിഷ്യൽ വാല്യൂ, അതായത് ഇനിഷ്യലൈസേഷൻ എന്നും പറയാം, അഥവാ ഇനിഷ്യൽ വാല്യൂ നമ്മൾ 0, അതായത് 0th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 3 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മളൊരു വേരിയബിളിനെ കൂടെ ക്രിയേറ്റ് ചെയ്യും. അതായത് കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. ഓക്കെ, കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ നമ്മൾ ഇതുപോലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് 1 എന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. കൗണ്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമ്മൾ എവിടെ തൊട്ടേ വൈൽ ലൂപ്പിനകത്ത് നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും കാണാം. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളൊരു വേരിയബിളിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വൈൽ ലൂപ്പിനകത്ത് എവിടം തൊട്ട് എവിടം വരെ എന്ന് പറഞ്ഞ് ഒരു എൻഡിങ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം വൈൽ ലൂപ്പിനകത്ത്. അപ്പൊ കൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് ഇൻഡെക്സ് നമ്മൾ പൊസിഷൻ സെറ്റ് ചെയ്ത്, അതായത് ഫസ്റ്റ് തൊട്ട് എവിടെ തൊട്ട് തുടങ്ങണമെന്ന്. ഓൾറെഡി നമ്മൾ 0th അതായത് 0th ഇൻഡെക്സിന് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കൗണ്ടിലോട്ട് വന്നു, കൗണ്ട് ഫസ്റ്റ് തൊട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ഇനി വൈൽ ലൂപ്പിനകത്തോട്ട് നടക്കും. വൈൽ കൗണ്ട് കൗണ്ട് ലെസ് ദാൻ len. len സൂചിപ്പിക്കുന്നത് പറയുമ്പോൾ ലെങ്തിനെയാണ് len എന്ന് പറയുന്നത്. ഓക്കെ, len ഓഫ് എന്താണ്? നമ്പേഴ്സ് ആണെങ്കിൽ, ഓക്കെ, ലെങ്ത് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ എന്നുള്ള, അതായത് വൈൽ ലൂപ്പിനകത്ത്
കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വൺ ആയിട്ട് തുടങ്ങും. എന്നിട്ട് ലെസ് ദാൻ ലെങ്ത് ഓഫ് നമ്പേഴ്സ്. ഈ ലെങ്ത് ഇതിന്റെ ലെങ്ത് എത്രയാണ് നോക്കും. ഇപ്പൊ ലെങ്ത് ഞാൻ നോക്കും 1 2 3 4 5 6 7. അതായത് ലെങ്ത് 7 ആണ്. ആ ലെങ്തിനേക്കാളും ലെസ് ദാൻ ആവുന്നിടം വരെ ഇത് ഈ പ്രോഗ്രാമിങ്ങിന് ഐറ്ററേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 1 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സെക്കൻഡ് പൊസിഷനിൽ പോവും, പിന്നെ തേർഡിൽ പോവും, ഫോർത്തിൽ വരും, ഫിഫ്ത്തിൽ വരും, സിക്സ്ത്തിൽ വരും. അതായത് ലെങ്ത് ഓഫ് നമ്പേഴ്സ്, ഈ ലിസ്റ്റിനകത്ത് നമ്പേഴ്സിന്റെ ലെങ്ത് 7 ആണ്. അപ്പൊ 7നേക്കാളും കുറച്ച്, അതായത് സീറോത്ത് ഇൻഡെക്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കും, 4 5 6. അതായത് നിങ്ങൾക്കിപ്പം ഞാൻ ഈ മൗസിന്റെ കർസർ എവിടെ ഇതിനകത്ത് നോക്കിയാൽ മതി, ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് സീറോത്ത് ഇൻഡെക്സ് എടുത്തു 3, ഫസ്റ്റ് ഇൻഡെക്സ് 5. ഫസ്റ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ കൗണ്ടിന് വെച്ചേക്കുന്നത്, അതിന് തൊട്ട് ഇൻഡെക്സ് ചെയ്യും. പിന്നെ സെക്കൻഡ് ഇൻഡെക്സ് 7 എടുക്കും, തേർഡ് ഇൻഡെക്സ് 9 എടുക്കും, ഫോർത്ത് ഇൻഡെക്സ് 22 എടുക്കും, ഫിഫ്ത്ത് ഇൻഡെക്സ് 15 എടുക്കും, സിക്സ്ത് ഇൻഡെക്സ് 10 എടുക്കും. അതായത് ലെസ് ദാൻ ലെങ്ത് ഓഫ് നമ്പേഴ്സ്. ഇപ്പൊ ലെങ്ത് ഓഫ് ഈ ലിസ്റ്റിന്റെ ലെങ്ത്, നമ്പേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 7 ആണ് ഇവിടെ. അപ്പൊ 7നേക്കാളും ലെസ് ദാൻ വരും. അപ്പൊ ലെസ് ദാൻ എത്ര അവിടെ 6. ഇപ്പൊ 10 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 6 ആവും. അപ്പൊ അങ്ങനെ അത്രയും വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അതായത് ലെസ് ദാൻ ലെങ്ത് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ ഇഫ് നമ്പേഴ്സ് ബ്രാക്കറ്റിൽ കൗണ്ട് ഉണ്ടെങ്കിൽ COUNT greater than largest ആണെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റിനകത്തോട്ട് ലാർജസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് കൗണ്ട്. അപ്പൊ ഈ രണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇഫ് നമ്പേഴ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൗണ്ട് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്, അതായത് ഈ കൗണ്ട് ചെയ്ത നമ്പർ, ഇപ്പം ഇവിടെ ഇപ്പൊ നമ്മള് 1 എടുക്കും, 1 വന്ന് താഴോട്ട് വരും, 1th പൊസിഷൻ കിടക്കുന്ന 5 ആണ്. 5 ലെസ് ദാൻ ലെങ്ത് ഓഫ് നമ്പേഴ്സ്, അതായത് 1 ലെസ് ദാൻ ലെങ്ത് ഓഫ് നമ്പേഴ്സ് ആണ്. 1ന് ഈ നമ്പേഴ്സിന് കാലം ഇപ്പൊ 7 എണ്ണം ഉണ്ട്. ഓക്കെ, അത് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ കറക്റ്റ് ആണ്, ഈ കോഡ് കറക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അത് താഴോട്ട് കോഡിലോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ 1th പൊസിഷനിൽ കിടക്കുന്നത് ഏതാണ്ട് നമ്മൾ അന്നേരം ആലോചിക്കണം. 1th പൊസിഷനിൽ കിടക്കുന്നത് ഏതാ? 5 ആണ്. അപ്പൊ 1 കറക്റ്റ് ആണ്, കൗണ്ട് ചെയ്യുന്ന 1 ലെങ്ത് ഓഫ് നമ്പേഴ്സിനെ കാട്ടിലും ചെറുതാണ്. അപ്പൊ അത് നമ്പേഴ്സ് ഓഫ് കൗണ്ട്, അതായത് നമ്പേഴ്സ് ലിസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്ത് നമ്മൾ കൗണ്ട് കൊടുക്കണം. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന എന്തിനാണ് എന്ന് നമുക്കൊരു ഡൗട്ട് വരുമായിരിക്കും. അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് എന്ന ലിസ്റ്റിലെ എലമെന്റ്സിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് കൗണ്ടിനകത്ത് ഈ നമ്പേഴ്സ് ഓഫ് കൗണ്ട് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്പേഴ്സ് ഓഫ് കൗണ്ട്, ഈ കൗണ്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. ഇപ്പൊ ഓൾറെഡി ഇവിടെ 0th പൊസിഷനിൽ ഇൻഡെക്സ് വാല്യൂ ഉള്ള നമ്പറിനേക്കാൾ ലാർജസ്റ്റ് ആണെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ ഓൾറെഡി കിടക്കുന്ന ഏതാ? 3. അപ്പൊ ആ 3യേക്കാളും ലാർജസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതിയേക്കുന്നത്? ലാർജസ്റ്റ് ചെയ്യുക. അതായത് ഈ കോഡിനകത്തോട്ട്, ഈ ഒരു സെറ്റ് ഓഫ് കോഡിനകത്തോട്ട് നമ്മൾ നമ്പേഴ്സ് ഓഫ് കൗണ്ട്, ഏത് നമ്പർ ആണോ കൗണ്ട് ചെയ്തത് ആ നമ്പർ നമ്മുടെ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് റീഅസൈൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുമ്പം ഇപ്പൊ ഓൾറെഡി ഇവിടെ 3 നമ്മൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്. പിന്നെ കൗണ്ട് 1, അതായത് ഇൻഡെക്സ് വാല്യൂ ഫസ്റ്റ് വരുന്നത് 5. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ട് വൈൽ ലൂപ്പിനകത്ത് വരുന്നത് ഈ ഇവിടെ കൗണ്ട് 1 ലെസ് ദാൻ 7 ആണോ നോക്കും. ലെങ്ത് ഓഫ് നമ്പർ ആണല്ലോ 7, ലെസ് ദാൻ 7 ആണോ നോക്കിയിട്ട് എന്നിട്ട് താഴോട്ട് വരും നമ്പേഴ്സ് ഓഫ് കൗണ്ട് ലിസ്റ്റ്. അപ്പൊ എന്നിട്ട് ലിസ്റ്റിനകത്തോടാണ് ഈ കൗണ്ട് നേരെ പോകുന്നത്. അപ്പൊ അവിടെ നേരെ അസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഏതാ? 1 ആണ്. ഫസ്റ്റ് നോക്കുന്ന 1 ആണല്ലോ. അപ്പൊ ഇൻഡെക്സ് വാല്യൂ നോക്കുമ്പോൾ 1 ഇവിടെ ഏതാ? 5. അപ്പൊ 5 ഗ്രേറ്റർ ദാൻ, നമ്പേഴ്സ് ഓഫ് 5 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്, നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതിനെ കാട്ടിലും ലാർജസ്റ്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ 0th ഇൻഡെക്സ് പൊസിഷനുള്ള 3, ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലുള്ളത് 5. അപ്പൊ 5 3യേക്കാളിലും ഗ്രേറ്റർ ദാൻ ആണല്ലോ.
ഓക്കെ, അപ്പൊ അത് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ കറക്റ്റ് ആയിരുന്നു. അല്ല, നമ്മൾ ഈ ഇവിടെ ഇനിഷ്യൽ ചെയ്ത് കോഡിന്റെ കോഡ് കറക്റ്റ് ആയിട്ട് വന്നു. എന്നിട്ട് അത് താഴോട്ട് പോകും, ലാർജസ്റ്റ്, അതായത് ഈ ലാർജസ്റ്റിലോട്ട് വേരിയബിളിലോട്ട് പോയി റീ അസൈൻ ചെയ്യും. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി 5 ആവും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു ഫസ്റ്റ് പൊസിഷനിൽ മാത്രം. ഇനി ഈ കൗണ്ട് മാറി നമ്മൾ ഈ വൈൽ ലൂപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചല്ലേ സിക്സ്ത് വരെ, സിക്സ്ത് ഇൻഡെക്സ് വാല്യൂ വരെ പ്രിന്റ് ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇൻഡെക്സ് വാല്യൂ ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം പ്രിന്റ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പൊ അടുത്ത നമ്മൾ ഇഫിനകത്തുനിന്ന് പുറത്ത് കിടക്കും. അപ്പൊ ഓരോന്നോ ഇപ്പൊ കൗണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു പോകണം. ആദ്യം 3 എടുക്കുന്നു, 5 എടുക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു പോകണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, ഇൻക്രിമെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൗണ്ട് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. COUNT കൗണ്ട് ഈസ് ഈക്വൽ ടു COUNT കൗണ്ട് +1. ഓരോന്ന് വെച്ച് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്ത് പ്രിന്റ് ചെയ്യണം? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ കോഡെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ് വേരിയബിൾ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 22 ആണ് നമുക്ക് കിട്ടിയത് ലാർജസ്റ്റ്. നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് നോക്കാം. അതായത് 3 ഉണ്ട്, 5, 7, 9, 22, 15, 10. അപ്പൊ ഇത് ഈ ലിസ്റ്റിനകത്ത് ഏറ്റവും വലുതാണ് 22. അപ്പൊ അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം.